ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 4 മലയാളം സിനിമകളുടെ ഉൾപ്പെടെ 5 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ധനുഷ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ രായന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 130 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ 5 കോടി 50 ലക്ഷത്തിലേക്ക് കളക്ഷൻ എടുക്കുന്ന സിനിമയ്ക്ക് ഇന്നും കേരളത്തിൽ മോശമല്ലാത്ത കളക്ഷൻ ട്രാക്കിംഗ് ഉണ്ട്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും 10 ലക്ഷത്തിന് മുകളിലെ സിനിമ കളക്ഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് ലെവൽ ക്രോസ് കളക്ഷനാണ്. 10 ദിവസങ്ങൾ കൊണ്ട് 2 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ കടന്നിട്ടുണ്ടാകുമെന്നാണ് സിനിമയുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്ന് 13ാം ദിവസത്തെ കളക്ഷനോടെ മാത്രമേ 2 കോടി കേരള ഗ്രോസ് സിനിമയുടെ കാര്യത്തിൽ കടക്കുകയുള്ളൂ. വേൾഡ് വൈഡ് ഗ്രോസ് 3 കോടിയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ തിയേറ്ററുകളിലെ ഡിസാസ്റ്ററാണ്. ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ 2 സിനിമകളുടെ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അതിലൊന്ന് പാർവതി, ഉർവശി തുടങ്ങിയവർ അഭിനയിച്ച ഉള്ളൊഴുക്കാണ്. ചിത്രം ഇതിനോടകം തന്നെ OTT റിലീസിലൂടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ തിയേറ്റർ വേൾഡ് വൈഡ് കളക്ഷൻ 5 കോടി 50 ലക്ഷം രൂപയാണ്. അതിൽ $1,90,000 ഓവർസീസിൽ നിന്നാണ് സിനിമ കളക്ഷൻ നേടിയെടുത്തത്. 5-10 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ ഫ്ലോപ്പ് ഡിസാസ്റ്റർ സ്റ്റാറ്റസിൽ നിന്നും രക്ഷപ്പെട്ട ആവറേജ് വെർഡിറ്റാണ് ഫൈനൽ വെർഡിറ്റ് ആയിട്ട് തിയേറ്ററുകളിൽ നേടിയെടുത്തിരിക്കുന്നത്. ഗർ എന്ന സിനിമ മോശം അഭിപ്രായങ്ങൾ ആദ്യ ദിവസങ്ങൾ തന്നെ നേടിയെടുത്ത സിനിമയാണ്. എന്നിട്ടും സിനിമ ഉള്ളൊഴുക്കിനേക്കാൾ കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഓവർസീസ് കളക്ഷൻ $3,25,000 മുകളിലേക്ക് എത്തപ്പെട്ട സിനിമ 6 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് ലോകമെമ്പാടും നിന്നും ഫൈനൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ മോശമല്ല എങ്കിൽ പോലും സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ സിനിമയ്ക്ക് ഫ്ലോപ്പ് ഡിസാസ്റ്റർ സ്റ്റാറ്റസ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും സിനിമയും ഫൈനൽ കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു മലയാളം റിലീസ് സിനിമയുടെ ആദ്യത്തെ 5 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കടക്കുമോ ദേവദൂതൻ എന്നാണല്ലോ ഇപ്പോഴും നാം ഉറ്റുനോക്കുന്നത്. ഇപ്പോഴും സിനിമയ്ക്ക് പ്രതിദിനം 10 ലക്ഷം കേരളത്തിൽ കളക്ഷൻ ഉണ്ടെങ്കിലും ഈ ആഴ്ച പുതിയ സിനിമകൾ എത്തുന്നതോടെ ദേവദൂതൻ ഭൂരിഭാഗം തിയേറ്ററുകളിൽ നിന്നും വിട പറയുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇതേ സമയം 9 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ 13ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് സിനിമയ്ക്ക് 10 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് ഇന്നത്തോടെ 3 കോടി 60 ലക്ഷത്തിന് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസ് 4 കോടി 60 ലക്ഷത്തിന് മുകളിലും എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.